ഹലോ, ഞാനൊരു കഥ പറയുകയാണ്. ബൈബിൾ സ്റ്റോറിയാണ്. മെലിത്ത ദ്വീപിൽ പൗലോസ് കടന്നു വന്നു. മെലിത്ത ദ്വീപിലാണ് വന്നത്. അന്നേരം അവിടെ മഴയും ശീതവും നിമിത്തം തീ കൂട്ടി അവർ പൗലോസ് കുറേ വിറക് പെറുക്കി തീയിലിട്ടപ്പോൾ ഒരു അണലി ചൂട് നിമിത്തം പുറപ്പെട്ട് അവൻ്റെ കൈക്ക് പറ്റി. ഞാൻ പറയുന്നത് അതായത് ഒരു സർപ്പം വന്ന് അണലി വന്ന് ആരുടെ കൈ പറ്റി? പൗലോസിൻ്റെ കയ്യിലോട്ട് പറ്റി. പൗലോസൊക്കെ വിറക് വെച്ച് അങ്ങനെ അവരവിടെ നിൽക്കുകയായിരുന്നു. അന്നേരം അവർ സർപ്പം വന്ന് എൻ്റെ കയ്യിലോട്ട് ചുറ്റി. പൗലോസിൻ്റെ കൈ മെലിത്ത ദ്വീപിൽ നടക്കുന്ന സംഭവമാണ്. ആ ജന്തു അവൻ്റെ കൈമേൽ തൂങ്ങുന്നത് ബർബരന്മാർ കണ്ടപ്പോൾ ഈ മനുഷ്യന് എന്ത് പറ്റിയെന്ന് അവരെ ചോദിച്ചു. അത് തമ്മിൽ മന്ത്രിച്ച് ഈ ആൾക്ക് ഈ പൗലോസിന് ഇങ്ങനെ ഒരു സർപ്പം വന്ന് ചുറ്റിയാൽ അതുകൊണ്ട് ഇവൻ മരിച്ചു പോകും, ഇവനൊരു കൊലപാതകൻ എന്നൊക്കെ പറഞ്ഞ് അവരെല്ലാവരെയും കൂടെ ചർച്ച ചെയ്യുന്നു ബർബരന്മാർ ഈ പൗലോസിനെതിരായിട്ട്. പൗലോസിനെ ഒന്നാമത് അവർ ജയിലിലൊക്കെ പിടിച്ചിട്ടു നേരത്തെ. അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് മെലിത്ത ദ്വീപിൽ ഈ പൗലോസ് വന്ന് നിൽക്കുന്നത്. അവൻ്റെ കൈമേൽ തൂങ്ങുന്ന ബർബരന്മാർ കണ്ടപ്പോൾ ഈ മനുഷ്യനൊരു കൊലപാതകൻ, സംശയമില്ല, കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് നീതിദേവി അവനെ ജീവിച്ചിരിപ്പാൻ സമ്മതിക്കുന്നില്ല എന്ന് തമ്മിൽ പറഞ്ഞു. അപ്പോൾ ഇവന് മരിച്ചു പോകും, ഇവനിപ്പോൾ സർപ്പം കടിച്ച് ഇപ്പം തന്നെ ചാവുമെന്നും പറഞ്ഞ് അവർ പറഞ്ഞു. അവർ തമ്മിൽ പറഞ്ഞു, ബർബരന്മാർ തമ്മിൽ പറഞ്ഞു. എന്നാൽ എന്തോ ചെയ്തെന്ന് അറിയാമോ? പൗലോസ് ഒന്നും ചെയ്തില്ല. പൗലോസ് ഒന്നും ചെയ്യാതെ തൻ്റെ കയ്യിലിരുന്ന ആ സർപ്പം എടുത്ത് കുടഞ്ഞ് തീയിലോട്ടിട്ടു. അന്നേരം ഒന്നും സംഭവിച്ചില്ല, പൗലോസിന് ഒന്നും സംഭവിച്ചില്ല. അത് കണ്ട് അവരോർത്ത് ഇന്ന് പെട്ടെന്ന് ഇവൻ ചത്തു വീഴുമെന്നും പറഞ്ഞിരിക്കുക അവിടെയുള്ള ബർബരന്മാർ. എന്നാൽ അവൻ ഒന്നും പറ്റിയില്ലെന്ന് കണ്ടപ്പോൾ ഇവൻ ദേവൻ തന്നെ, ഈ പൗലോസ് ദേവൻ തന്നെ എന്നവർ പറഞ്ഞു. ഒന്നും സംഭവിച്ചില്ല, സർപ്പം കടിച്ചില്ല, തീയിലിട്ടപ്പോൾ അത് നല്ലതായിട്ട് നിൽക്കുന്നു, പൗലോസിന് യാതൊന്നും സംഭവിച്ചില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ അവരെ ദേവൻ എന്ന് പൗലോസിന് പേര് കൊടുത്തു. ദേവൻ. ഈ അധ്യായം നിങ്ങൾ വായിക്കണം. അപ്പോസ്തല പ്രവൃത്തികളിനകത്ത് വരുന്നത് 28-ാം അധ്യായം 1 മുതൽ 8 വരെ വായിക്കുക. ഈ കഥ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നടന്ന സംഭവം, കഥയല്ല, നടന്ന സംഭവമാണ്. ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിച്ചു. ആകവേ നിലത്തിൽ നിന്ന് മനസ്സിലാക്കും, ദൈവത്തെ വിളിക്കുന്ന വ്യക്തികൾക്ക് കർത്താവ് അനുഗ്രഹം ചൊരിയും, അത്ഭുതം ചെയ്യും. യേശു അവരെ അനുഗ്രഹിക്കും. അവരെ എല്ലാ ക്ലേശങ്ങളിൽ നിന്നും, പ്രശ്നങ്ങളിൽ നിന്നും, കുടുക്കിൽ നിന്നും വിടുവിക്കപ്പെടും. കർത്താവ് അവരെ അനുഗ്രഹിക്കും. അവരെ ഒരു നാളും തള്ളിക്കളയുന്നില്ല. യഹോവ ഒരു നാൾ ഉപേക്ഷിക്കുന്നില്ല. ആമീൻ.